പ്രത്യക്ഷീണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിന് അമ്മ മാതാവിനും ഈശോ കുമാരനും നന്ദി പറയുന്നു. എൻ്റെ പേര് ജെസ്സി. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ 2023 ഫെബ്രുവരി 17 എൻ്റെ ആദ്യം ഉടമ്പടി എടുത്തത്. അതിനുശേഷം 2 പ്രാവശ്യം ഞാൻ സാക്ഷ്യം പറഞ്ഞിരുന്നു. ഇതെൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ്. എൻ്റെ ഈശോയുടെയും അമ്മ മാതാവിൻ്റെയും ഒരു വലിയ സംരക്ഷണത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് ആദ്യം പറയാനുള്ളത്. കഴിഞ്ഞ ഡിസംബർ 25 ക്രിസ്മസ് പാതിര കുർബാനയിൽ ഞാൻ പങ്കെടുത്ത ശേഷം പള്ളിയുടെ വെളിയിൽ സ്റ്റെപ്പിൽ ഇരിക്കുമായിരുന്നു. അത് ഞാൻ ഇരുന്നത് ഒരു അണലിപ്പാമ്പിൻ്റെ മുകളിലാണ്. അത് അറിഞ്ഞില്ല. ഞാനും എൻ്റെ കുട്ടികളും തൊട്ടടുത്തായിട്ടാണ് ഇരുന്നിരുന്നത്. ഒരു 20 മിനിറ്റോളം ഞാൻ ആ സ്റ്റെപ്പിൽ ഇരുന്നു. പക്ഷേ പാമ്പിൻ്റെ യാതൊരു കടിയോ അതിൻ്റെ യാതൊരു ശല്യവും എനിക്കുണ്ടായില്ല. ഞാൻ എഴുന്നേറ്റതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഞാനൊരു പാമ്പിൻ്റെ മുകളിലാണ് ഇരുന്നത്. അതൊരു വലിയ അനുഗ്രഹമാണ്. മാതാവിൻ്റെ ഒരു സംരക്ഷണം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വലിയ തെളിവാണ്. ഞാൻ എപ്പോഴും എവിടെ പോയാലും എൻ്റെ കൂടെ കാശ് രൂപ എൻ്റെ കൂടെ കാണും. എപ്പോഴും എൻ്റെ കഴുത്തിൽ അതുണ്ടാവും. ആ സംരക്ഷണമാണ് എന്നെ അതിൽ നിന്നും കടിയിൽ നിന്നും എന്നെ മാറ്റി നിർത്തിയത് എന്നാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. രണ്ടാമത്, 8 വർഷമായിട്ട് ഒരു വ്യക്തിക്ക് ഞങ്ങൾ പൈസ വായ്പ കൊടുത്തിരുന്നു. ആ വ്യക്തി പൈസ ചോദിക്കുമ്പോൾ ഞാനത് തന്നിട്ടില്ല, നിങ്ങൾ വെറുതെ പറയുന്നതാണ്, അങ്ങനെ പറഞ്ഞ് എപ്പോഴും ഒഴിവൊഴികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം അത് കോടതിയിലെത്തി. ആ വ്യക്തി അവിടെ വെച്ചും ജഡ്ജിയുടെ മുന്നിൽ ഇത് കെട്ടിച്ചമച്ചതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് കേസും വെറുതെ തള്ളി നീക്കുമായിരുന്നു. അങ്ങനെയാണ് ഉപ്പിട്ട് കോടതിയിൽ ഹിയറിങ്ങിന് ചെന്നപ്പോൾ പ്രാർത്ഥിച്ചത്. മാതാവിൻ്റെ സംരക്ഷണത്തിലും മാതാവിന് കൊടുത്ത ഉടമ്പടിയിലെ കാര്യങ്ങൾക്കും വേണ്ടി ആ സമയത്ത് എന്താ സംഭവിച്ചതെന്നറിയില്ല. പെട്ടെന്ന് ആ വ്യക്തി പറഞ്ഞു, എങ്ങനെയെങ്കിലും എനിക്ക് ഈ കേസ് തീർപ്പാക്കി തരണം, എന്ത് പൈസ വേണമെങ്കിലും ഞാൻ തരാം, കോംപ്രമൈസ് ചെയ്ത് തരണം എന്നുള്ള ആ വ്യക്തി തന്നെ ഞങ്ങളടുത്തോട്ട് പറയുകയും ജഡ്ജിയുടെ മുമ്പിൽ അത് പുള്ളി അംഗീകരിക്കുകയും ചെയ്തു. അതിനുശേഷം ഗഡുക്കളായിട്ട് ആ പൂർണ്ണ പൈസയും പൂർണ്ണമായും എല്ലാ എമൗണ്ടും അദ്ദേഹം ഞങ്ങൾക്ക് തരികയും ചെയ്തു. അത് മാതാവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച ആ അപേക്ഷയുടെ ഫലമായും മാതാവിൻ്റെ വലിയൊരു ഇടപെടലുമാണ് അവിടെ നടന്നത്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. അടുത്തതായി, ഞങ്ങൾക്ക് നാട്ടിൽ ഒരു ലാൻഡ് സ്വന്തമായിട്ടില്ലായിരുന്നു. അത് വേണമെന്ന് ഞങ്ങൾ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ പല രീതിയിൽ അത് വാങ്ങിക്കാൻ ഞങ്ങളെക്കൊണ്ട് പറ്റിയിരുന്നില്ല. അത് ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ അപേക്ഷയായിട്ട് സമർപ്പിച്ചിരുന്നു. അതിൻ്റെ ഫലമായി പെട്ടെന്ന് ഒരു വ്യക്തി ഞങ്ങളുടെ വീട്ടിന് അടുത്തുള്ള ഒരാൾ സ്ഥലം വിൽക്കുന്നെന്ന് കേൾക്കുകയും ആ വ്യക്തിയെ സമീപിക്കുകയും അത് ഞങ്ങൾ പറഞ്ഞ രീതിയിൽ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ആ എമൗണ്ട് സെറ്റിലാവുകയും ഞങ്ങൾക്കത് ഞങ്ങളുടെ പേരിൽ രജിസ്ട്രേഷൻ ചെയ്യാനും പറ്റി. അതിനുശേഷം ഞാൻ ഉപ്പിട്ട ആ സ്ഥലത്തിന് ഫുൾ സംരക്ഷണവും അമ്മയുടെ സമർപ്പിച്ച് കൊടുത്തിരിക്കുകയാണ്. അതിനാൽ പിന്നീട് യാതൊരു പ്രശ്നവും അതിൽ നിന്ന് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. എല്ലാം ഭംഗിയായിട്ട് നടന്നു, രജിസ്ട്രേഷനും നടന്നു. ഇപ്പോൾ ലാൻഡ് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വാങ്ങിക്കാൻ പറ്റി. നാലാമത്, ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അവിടെ നിന്ന് മറ്റൊരു കമ്പനിയിലോട്ട് മാറിയപ്പോൾ PFൻ്റെ അക്കൗണ്ട് ട്രാൻസ്ഫർ പല കാരണങ്ങൾ കൊണ്ട് എപ്പോഴും റിജക്റ്റ് ചെയ്യുകയാണ്. എന്തെങ്കിലും ഒരു വാല്യൂ ശരിയല്ല, ഏതെങ്കിലും ഒരു ഡീറ്റെയിൽസ് നിങ്ങളുടെയും ഇപ്പോഴത്തെ ഉള്ള PFൻ്റെയും പഴയ PFൻ്റെയും മാച്ച് ആവുന്നില്ല. ഇങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് എപ്പോഴും റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ അപേക്ഷയായിട്ട് സമർപ്പിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് പിന്നീട് അത് ഞാൻ സമർപ്പിച്ചതിന് ശേഷം ഞാൻ പിന്നീട് ഒരിക്കൽ കൂടി അക്കൗണ്ട് ട്രാൻസ്ഫർ റിക്വസ്റ്റ് ഇട്ടു. അത് യാതൊരു തടസ്സവും കൂടാതെ, നേരത്തെ പറഞ്ഞിരുന്ന യാതൊരു പ്രശ്നവും അവർ ചൂണ്ടിക്കാണിക്കാതെ അത് ഫുൾ എമൗണ്ടും എൻ്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റി. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. പിന്നീട് പലപ്പോഴും എൻ്റെ വിഷമഘട്ടത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഞാൻ താണു പോകുമ്പോൾ ഈശോയോടും അമ്മയോടും ഞാൻ കൂടെ ചേർന്ന് നിൽക്കാൻ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും ഒരിക്കലും എനിക്ക് പല സ്വപ്ന ദർശനത്തിൽ മാതാവിൻ്റെ തേജസ്സുറ്റ ഒരു മുഖം
ഞാൻ സ്വപ്നത്തിൽ കാണുകയുണ്ടായി. ഞാൻ അന്ന് രാത്രിയിൽ വളരെ ഒരു പ്രോജക്റ്റ് എന്നെ ഏൽപ്പിച്ചു. ആ പ്രോജക്റ്റിൻ്റെ സൊല്യൂഷൻ കിട്ടാതെ ഞാൻ വളരെ രീതിയിൽ പ്രയാസപ്പെട്ടാണ് ഞാൻ കിടന്നിരുന്നത്. അന്ന് ആ ഒരു സ്വപ്നം കടന്നതിൻ്റെ പിറ്റേ ദിവസം എനിക്കത് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ എൻ്റെ സൊല്യൂഷൻ അംഗീകരിക്കപ്പെടുകയും ചെയ്തു. അതിന് മാതാവിന് ഒത്തിരി നന്ദി. പിന്നീട് ഈശോയെ കുർബാനയിൽ സ്വീകരിക്കുന്ന സമയം, ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന സമയം ഞാൻ കണ്ണടച്ചിരുന്ന് കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ ഈശോയുടെ സ്വരം എന്നിൽ നിന്ന് കേൾക്കുകയാണ്. നിന്നെ ഞാൻ എൻ്റെ രക്തം വില കൊടുത്ത് വാങ്ങിയതാണ്. അത്രയും വലിയൊരു തീക്ഷ്ണമായ സ്വരമായിരുന്നു എനിക്ക് ഉള്ളിൽ നിന്ന് കിട്ടിയത്. ശരിയാണ്, ദൈവം നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ ഓരോ തുള്ളി ചോരയും കൊടുത്താണ് നമ്മളെ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. അത് നമുക്ക് അഭിമാനം കൊള്ളണം. അഭിമാനത്തിലുപരി നമ്മൾ ആ പെയിൻ നമ്മൾ മനസ്സിലാക്കണം. ഈശോയെ എല്ലാവരും കുർബാനയിൽ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ആ ദൈവസ്വരം കേൾക്കാനും ദൈവത്തെ ഉള്ളിൽ സ്വീകരിക്കുവാനും ദൈവത്തെ അനുഭവിച്ചറിയാനും എല്ലാവർക്കും സാധിക്കണം. പിന്നീട് കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് വൃദ്ധസദനങ്ങൾ സന്ദർശിക്കാറുണ്ട്. പ്രായമായ അമ്മമാരെ സംരക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ അവരുടെ അടുത്ത് പോയിരിക്കാൻ, അവരോട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. അവരോട് മിണ്ടാൻ ആളില്ല. അവരെപ്പോഴും ഇങ്ങനെ നമ്മൾ ഗേറ്റ് തുറന്ന് ആരാണ് വരുന്നത്, ആരാണ് ഞങ്ങളുടെ മുറിയിലോട്ട് വരുന്നത്, ഞങ്ങളോട് സംസാരിക്കുന്നത് എന്താണ്, അതാണ് അവർ കൂടുതൽ ആഗ്രഹിക്കുന്നത്. ചെന്ന് അവരോട് രണ്ട് വർത്തമാനം പറയുമ്പോൾ, അവരോട് കൂടിയിരിക്കുമ്പോൾ അവർ ഭയങ്കര ആശ്വാസപരമായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്സ് നമുക്ക് കിട്ടുന്ന പോലെ തോന്നും. അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവിടുത്തെ സ്ഥാപനത്തിൽ സമീപിച്ച് അവിടുത്തെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. കൂടാതെ പൊതിച്ചോറ് വിതരണം ചെയ്യാറുണ്ട്. അത് വഴിയോരങ്ങളിരിക്കുന്ന പാവങ്ങളായ മനുഷ്യരെ അവരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ വിശന്ന് വലഞ്ഞിരിക്കുന്നവരാണ്. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഞാൻ അത് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പറ്റുന്ന സമയങ്ങളിലെല്ലാം ഞാൻ കുർബാനയിൽ നിർബന്ധമായിട്ട് പങ്കെടുക്കാറുണ്ട്. ഈ വർഷം മുതൽ ഞാൻ കൃത്യമായിട്ടത് പാലിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം വരെ എനിക്ക് സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ സാഹചര്യങ്ങൾ ഒക്കുമ്പോൾ മാത്രമേ ഞാൻ കുർബാനയിൽ പങ്കെടുക്കാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഏത് കാര്യം ഉണ്ടായാലും, എന്ത് വിഷയങ്ങൾ എൻ്റെ വീട്ടിൽ സാഹചര്യങ്ങൾ ഉണ്ടായാലും ഞാൻ അതെല്ലാം മാറ്റി വെച്ച് ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി ഓടിപ്പോവും. അത് എനിക്ക് വലിയൊരു ഊർജ്ജമാണ്. എനിക്കത് ഈശോയെ സ്വീകരിച്ചില്ലെങ്കിൽ ആ ഒരു ദിവസം എന്തോ ഒരു മിസ്സിങ് ആണ്. അത്രയും വലിയൊരു അനുഗ്രഹമാണ് ഈശോ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ പത്രങ്ങൾ ഞാൻ പ്രാർത്ഥിച്ച് ഈശോ അമ്മയോട് തന്നെ ആദ്യം ചോദിക്കും. കുരിശ് വരച്ച് നമ്മുടെ തൈലം കുരിശ് വരച്ച് അതിൽ പ്രാർത്ഥിച്ചിട്ട് അമ്മയോട് ഞാൻ ചോദിക്കും, അമ്മേ ഇത് ആരുടെ കൈകളിലാണ് ഞാൻ കൊടുക്കേണ്ടത്? അമ്മ തന്നെ ഒരുക്കി തരണം. ഇത് ആൾക്കാരോട് അവരോട് ഞാൻ പറയും, ഇത് ത്രോ ചെയ്യേണ്ട ഒരു സാധനമല്ല, ഇത് വിശുദ്ധമായ ഒരു പത്രികയാണ്. ഇത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞാണ് പത്രം കൊടുക്കാറ്. പലപ്പോഴും വേദന തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പൊതു ഇടങ്ങളിൽ അല്ലെങ്കിൽ ഈ ബാത്റൂമിൻ്റെ സൈഡിലൊക്കെ നമ്മുടെ പത്രം ചുരുട്ടി വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് എന്തിനാണ് മനുഷ്യർ അങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലായിട്ടില്ല. എനിക്ക് സങ്കടം തോന്നും. അമ്മയെ അത്രയ്ക്ക് ഉപേക്ഷിച്ച് കളഞ്ഞും പത്രം എവിടെയെങ്കിലും വലിച്ചെറിയുന്നത് ഞാനതെല്ലാം എടുത്ത് ആൾക്കാരോട് പറഞ്ഞ് ഞാൻ കൊടുക്കും. ഇത് നിങ്ങൾ ത്രോ ചെയ്യേണ്ട കാര്യമല്ല, നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ അനുഗ്രഹങ്ങൾ കിട്ടേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ സൂക്ഷിക്കണം. ഇറ്റ്സ് എ ബ്ലെസ്ഡ് തിങ് എന്ന് പറഞ്ഞ് തന്നെയാണ് ആൾക്കാർക്ക് ഞാൻ കൊടുക്കുന്നത്. പിന്നീടെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ ഒരു വ്യക്തിയോട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് നോക്കിയാൽ മതി. അവർ ഫുൾ മനസ്സ് നമ്മളോട് തുറന്നു പറയും. ഇപ്പോൾ പലപ്പോഴും പല ആൾക്കാരോട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹിയർ ചെയ്യാൻ ആളില്ല. പലരുടെ സങ്കടങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ ആളില്ല. അങ്ങനെ ഒരു ഹിയറിംഗ് എയ്ഡായിട്ട് നമ്മൾ നിന്ന് നോക്കിയേ ആ മനുഷ്യர்களுണ്ടാകുന്ന സന്തോഷം വളരെയാണ്. അവരെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി, നമ്മുടെ ഒരു നിയോഗ പ്രാർത്ഥന ഉൾപ്പെടുത്തി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തികളുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പലരും പ്രാർത്ഥന സഹായങ്ങൾ ഇങ്ങോട്ട് എന്നോട് വന്ന്, ജെസ്സി ഇങ്ങനെ ചെയ്യുന്നതല്ലേ, അപ്പം ഞങ്ങൾക്കും കൂടി പ്രാർത്ഥിക്കും, നീ പ്രാർത്ഥിച്ചാൽ നടക്കും എന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് വന്ന ആൾക്കാർ പറയാറുണ്ട്. അതൊക്കെ വളരെ സന്തോഷവും സമാധാനവും തരുന്നുണ്ട്. അതുകൂടാതെ തന്നെ മാതാവിൻ്റെ ഒരു
അത്ഭുതകരമായ ഒരു സാക്ഷ്യം നമുക്ക് ഒന്ന് പറയാൻ പറ്റുന്നത്, മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളിൽ നമ്മളത് ഷെയർ ചെയ്യണം. നമ്മളത് മിണ്ടാതിരിക്കരുത്. അയ്യോ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പം വരുമോ, ആൾക്കാരെന്തോ വിചാരിക്കും എന്നുള്ള ചിന്തയൊക്കെ മാറ്റിയിട്ട് മാതാവ് നമ്മുടെ കൂടെയുണ്ട്. മാതാവും ഈശോയും കൂടെ വിളിക്കാതെ നമ്മളാരും ഈ ഭവനത്തിലോട്ട് വരത്തില്ല. നമ്മൾ ഈ കൃപാസനം പള്ളിയിൽ കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവനിയോഗമാണ്. അച്ഛൻ പറയുന്ന പോലെ ആരും വിളിക്കാതെ, ഈശോ അമ്മയും കൂടെ വിളിക്കാതെ നമ്മളായിരിക്കും വരത്തില്ല. അപ്പം ഇവിടുത്തെ നമ്മൾ ഉടമ്പടി എടുത്ത് അവിടുത്തെ ഉടമ്പടിയുടെ എടുത്ത് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് അവസരം വന്നാലും ആൾക്കാർക്കൊരു ആശ്വാസമാകാനും ആൾക്കാർക്കൊരു ഹിയറിങ് പേഴ്സൺ ആവാനും എങ്കിലും നമ്മൾ ശ്രമിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റം ഉണ്ടാവും. ഇത്രയും അനുഗ്രഹങ്ങൾ ഈശോയും അമ്മ മാതാവും എനിക്ക് ചെയ്തു തന്നതിന് വളരെയധികം നന്ദി. എല്ലാം ഈശോയുടെ തൃപ്പാദങ്ങൾ സമർപ്പിക്കുന്നു. 110 സങ്കീർത്തനം 1 തിരുവചനം. കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. ദൈവമായ കർത്താവ് ഇവിടുത്തെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് എന്ന് ഉടമ്പടിയെടുത്ത് ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നാം മനസ്സിലാക്കുകയാണ്. ജെസ്സി എന്ന ഈ സഹോദരി ഇവിടെ വന്ന് 3ാമത്തെ സാക്ഷ്യമാണ് ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനത്തോടെ ഏറ്റുപറയുന്നത്. ദൈവത്തിൻ്റെ വലിയ കരുണയും കരുതലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും ജീവിതത്തിലുടനീളം എടുത്തുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് എപ്പോഴും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ മുഖാമുഖം കാണാനുള്ള വലിയ ആഗ്രഹത്തോടു കൂടി ഉടമ്പടിയെ കൃത്യമായി വളരെ ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ പുതുക്കി ജീവിക്കുന്ന ഈ വ്യക്തിക്ക് ദൈവം ഇടപെടുന്ന രീതികൾ വളരെ വ്യത്യസ്തവും നമ്മെ വിസ്മയിപ്പിക്കുന്നതുമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 10-ാം തിരുവചനം പറയുന്നത് പോലെ, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും സകല ശത്രുക്കളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്നുള്ള ഈ വചനം ഈ മകളുടെ ജെസ്സിയുടെ ജീവിതത്തിൽ വളരെ കൃത്യമായി ഇന്ന് നിറവേറിയിരിക്കുകയാണ്. കാരണം ഒരു അണലിപ്പാമ്പിൻ്റെ മുകളിൽ കയറിയിരുന്നിട്ട് അത് ഒട്ടും തന്നെ ഉപദ്രവിക്കാതെ മറ്റുള്ളവർ പറഞ്ഞിട്ടാണ്, കുഞ്ഞുങ്ങൾ വന്ന് പറഞ്ഞു അമ്മ പാമ്പിൻ്റെ മുകളിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് ജെസ്സി തിരിഞ്ഞു നോക്കുന്നത്. പാമ്പിന് പോലും അതിനുമേൽ ചവിട്ടി നടക്കാനുള്ളൊരു അധികാരം ഈശോ നൽകിയിരിക്കുന്നു. അതൊരു ആത്മീയ അധികാരമാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ പ്രബോധനത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മ ഇവിടെ വന്ന് ഉടമ്പടി ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ലഭിക്കുന്ന അനുഗ്രഹമാണ്. അത് കഴിഞ്ഞ് നമ്മൾ അനുഗ്രഹത്തിൽ നിന്ന് കൃപയിലേക്കും, കൃപയിൽ നിന്ന് നാം അഭിഷേകത്തിലേക്കും, അഭിഷേകത്തിൽ നിന്ന് ആത്മീയ അധികാരത്തിലേക്കും നാം ജീവിക്കുന്നതായി നമുക്ക് കാണാമെന്ന് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആത്മീയ അധികാരം ലഭിക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനെയും അധീനമാക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കും. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. അതുപോലെ തന്നെ വളരെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ 8 വർഷമായിട്ട് ഇവരുടെ ഒരു കടം കൊടുത്തത് തിരിച്ചു നൽകാതെ ഒരവസ്ഥയിൽ പരിശുദ്ധ അമ്മയോട് ഇടപെട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇവർക്ക് കേസ് അനുകൂലമാവുകയും പരിശുദ്ധ അമ്മ അവർക്ക് വേണ്ടി ഒരു വലിയ വാഗ്വാദം നടത്തി ആ പൈസ അവർക്ക് തിരിച്ചു നൽകുവാനും, അതുപോലെ തന്നെ PF ട്രാൻസ്ഫർ ആകാതിരുന്ന അവസ്ഥയിൽ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഓഫീസിൽ ചെന്ന് ബാങ്കിൽ ചെന്ന് ഇടപെട്ടതിൻ്റെ ഫലമായി അവർക്ക് വളരെ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അനുഗ്രഹം ലഭിച്ചു. പരിശുദ്ധ അമ്മയെ സ്വപ്നം കാണുവാനും സ്വപ്ന ദർശനത്തിലൂടെ വലിയ കാര്യങ്ങൾ കൈമാറ്റം നടത്തുവാനൊക്കെയുള്ള ഒരു വലിയ അനുഗ്രഹം. എല്ലാറ്റിനുപരി ഈശോയെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ നിന്നെ വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നു എന്നുള്ള ഈശോയുടെ സ്വരം തിരിച്ചറിയാനുള്ള വലിയ വെളിപ്പെടുത്തൽ ഈ മകൾക്കുണ്ടായി. അങ്ങനെ 2024 പിറന്നപ്പോൾ ഈ മകളൊരു വലിയ തീരുമാനമെടുത്തു. നമ്മളെല്ലാവരും തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്. ഇനി ഞാനൊരിക്കലും ദിവ്യബലി മുടക്കുകയില്ല. അങ്ങനെ ജനുവരി മുതൽ 2026 പിറന്നപ്പോൾ ഇന്ന് വരെ ദിവ്യബലി മുടക്കാതെ ഈശോയെ സ്വീകരിക്കാനുള്ള ഒരു വലിയ കൃപ അഭിഷേകം ഈ മകൾക്ക് ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ തീരുമാനങ്ങളിലെല്ലാം ഉറച്ചു നിൽക്കാം. അത് കൃപ അഭിഷേകത്തിലേക്കും ആത്മീയ അധികാരത്തിലേക്കും നമുക്ക് കടന്നു വരുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ജെസ്സിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.